സാറിൻ്റെ ധാർമ്മികമായി ഉറച്ചു നിൽക്കാൻ കഴിയുന്ന പല സ്വഭാവങ്ങളും സാറ് ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ പ്രചോദനമായി പുറകിൽ ഒരു അച്ഛനമ്മമാരുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെയൊക്കെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത്? ജീവിതകാലം മുഴുവൻ ധാർമ്മികമായി ഉറച്ചു നിൽക്കാൻ അച്ഛനമ്മമാർ സാറിനെ സഹായിച്ചത് ഏത് വിധത്തിലാണ്? അവർ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യുന്നതിൽ കൂടുതൽ അവർ ജീവിതത്തിൽ കാണിച്ചു തരുന്ന കാര്യമുണ്ട്. എൻ്റെ അമ്മ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ ആഹാരത്തിനൊക്കെ ഇന്നത്തെ പോലെ അല്ല. അന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ച ഞാൻ 43 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും അവിടെ വരുമ്പോൾ അമ്മ എടുത്തു കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ചിലപ്പം ചോദിക്കാറുണ്ട്, അപ്പോൾ അമ്മ എനിക്കിന്ന് വിശപ്പില്ലായിരുന്നടാ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഭയങ്കര കള്ളമായിരുന്നു. ഞാൻ പറഞ്ഞത് പലപ്പോഴും അത് കാണിച്ച് ഉണ്ട്. പിന്നെ ഒത്തിരി മൂല്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ കിട്ടുന്നതല്ല, MSc പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഇവിടെയും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ കോട്ടയത്ത് പയ്യപ്പാടിയിൽ നൈന എബ്രഹാം സാറ് കോൺപൂർ പിന്നെ ഇത് അവിടുത്തെ ക്രൈസ്റ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിന് ഒരു എഴുത്ത് മേടിച്ച് എന്നാൽ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നപ്പോൾ വിടത്തില്ല. അപ്പോൾ 1964 65 ഞാൻ പാസ്സാകുന്നത്. നേരെ 62-64 യുദ്ധം കഴിഞ്ഞ് എമർജൻസി കമ്മീഷൻ ആളെടുക്കണം. ഞാൻ NCCയുടെ Bയും Cയും പാസ്സായതാണ്. പോയി എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. വീട്ടിൽ കിടന്ന് ചങ്കട്ടടിയ അമ്മ. അപ്പം ഞാൻ അന്നേരം എന്തോ എൻ്റെ തലയിൽ തോന്നിയിട്ട് ഒരു കണ്ടീഷൻ അങ്ങ് പറഞ്ഞു, MScക്ക് വിടുവാണെങ്കിൽ ഞാൻ മിലിറ്ററി ചേരുന്നില്ല. അന്ന് ഇന്നത്തെ പോലെയല്ല. അന്ന് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ബന്ധുക്കളോടും സ്നേഹിതരോടും ഒക്കെ കടം മേടിച്ചും വീട്ടിൽ കുറേ കൂടെ ചുരുക്കിയും ജീവിച്ചിട്ടാണ് എനിക്ക് അവിടെ പഠിക്കാൻ കാശ് അയച്ചു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊരു കാര്യം ചെയ്തമ്മ ലാസ്റ്റ് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാലും പഠിക്കും, പക്ഷെ നീ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലെ പിടിച്ച് മുട്ടയെന്ന് സത്യം ചെയ്യാതെ വിടാമെന്ന് പറഞ്ഞു. എന്നാന്ന് എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞത്, നീ എവിടെയായാലും എൻ്റെ കണ്ണുമട്ടന്ന് പോയി കഴിഞ്ഞാൽ യു വിൽ കീപ്പ് യുവർ പ്യൂരിറ്റി ചേസ്റ്റ്, അതായത് നിൻ്റെ പരിശുദ്ധിയും നിൻ്റെ സ്വഭാവവും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കുന്ന കാലേ തൊട്ട് ഇപ്പോഴും അറിയാതെ. ഞാൻ താമസിച്ചതിൽ ഏറ്റവും വലിയ ഹോട്ട് കൺട്രി ഫിലിപ്പൈൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും അറിയാമല്ലോ, അവിടെ പോയിട്ട് 1 വർഷത്തോളം പഠിക്കാൻ പോയതാണ്. അന്ന് അവിടെ ഞങ്ങൾ പോയപ്പോഴേ തീർച്ചയായിട്ടും അതെ, അവരങ്ങനെ ഫിലിപ്പൈൻസിലെ കൊള്ളാവുന്നവരെയൊക്കെ കൊന്നുകളഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ലാപ്പുലുപ്പാണ് അയാളെ ലാപ്പുലുപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങളെ ഓരോ ഗ്രാമത്തിലെ വീട്ടിൽ ആ വീട്ടിലെ ഒരു കൊച്ചു പെങ്കൊച്ചിൻ്റെ ചേഷ്ടകൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പം ആ കൊച്ചിനെ പരിചയപ്പെടുത്തിയ ഒരു കാർന്നവർ എന്നോട് ചോദിച്ചൊരു ചോദ്യം, വിൽ യു നോട്ട് പ്ലേ കാരംസ് വിത്ത് യുവർ ഗ്രാൻഡ് ചൈൽഡ് എന്ന് ചോദിച്ചൊരു ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോഴും ഞാൻ എടാ എന്നുള്ളൊരു വിളിയിൽ ഞടുങ്ങും. എൻ്റെ അമ്മയുടെ മരിച്ചു പോയെങ്കിലും അങ്ങനെ ഒരു തരത്തിലേക്ക് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ എത്രയോ പൈസ ഉണ്ടാക്കാവുന്നതുണ്ടായിരുന്നു ഈ സപ്പോർട്ട് പ്രൈസിലുമൊക്കെ. അവിടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ അമ്മ ഇപ്പോഴും ഉണ്ടെന്നൊരു തോന്നലാണ്. അതോ അങ്ങനെ ചിന്തിച്ചാൽ പോലും എൻ്റെ ഒരു ഗതികേട് മിക്കവാറും ഒന്നല്ലേ പിറ്റേ ദിവസം ഞാൻ സ്വപ്നം കാണും. അപ്പം ഇത് എല്ലാവർക്കും സാധിക്കണമെന്നല്ല. ഞാൻ പറഞ്ഞ പോലെ ഞാനന്ന് ഭരണങ്ങാനത്തിന് പോയപ്പോൾ എൻ്റെ മുൻപിൽ ഇത് കള്ളുപാള തൂക്കി ഒരാൾ പോയെന്ന് പറഞ്ഞാൽ അതെൻ്റെ മനസ്സിൻ്റെ ഇല്യൂഷൻ കൊണ്ട് വരുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ കിട്ടാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആ അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്വാധീനത്തിൽ വരാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ ഞാൻ ആഗ്രയിൽ പഠിച്ച കാലത്ത് ഡോക്ടർ സർക്കാർ എൻ്റെ മനസ്സിലൊരു തീപ്പൊരി ഇട്ടു. അതാണ് ഇന്നും എനിക്ക് വിഷമം. ഞാനന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പള് എല്ലാം ഡോക്ടർ സർക്കാർ റിലേറ്റീവ്. അപ്പോൾ എനിക്ക് അവിടെ കുറേ പിള്ളേരൊന്നും മരിച്ചുമായിരുന്നു വന്നിട്ട്. എനിക്ക് പനിയായപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നുകൊണ്ട് ഡോക്ടർ സർക്കാരിൻ്റെ എഴുത്ത് തന്നു വിട്ടു. അവിടെ ചെന്ന് അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അന്നത്തെ കാലത്താണ് 70കളിലാന്ന് തോന്നുന്നത്, അല്ല 67 69. അപ്പം എക്സ്റേ എടുക്കണം, വേറെ ടെസ്റ്റ് നടത്തണം. അദ്ദേഹം ആഗ്ര മെഡിക്കൽ കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസർ. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ നോ, വി വിൽ ഹാവ് ഇറ്റ് ഹിയർ, ഇവിടെ ഇതെല്ലാം ഉണ്ടല്ലോ. പുള്ളി പറയുക, മൈ ഡിയർ ബോയ് യു കനോട്ട് പേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ ഡോക്ടർ, ഐ വിൽ പേ ആൻഡ് ദെൻ ഓൺലി യു ഡു ദ ടെസ്റ്റ്. പുള്ളി പറഞ്ഞു, യു ഹാവ് നോ റൈറ്റ് ടു പേ യുവർ ഹാർഡ് ഏൺഡ് മണി ഓഫ് യുവർ പേരൻസ് ഇഫ് യു ക്യാൻ ഗെറ്റ് തിങ്സ് അതർവൈസ് ഡൺ.
മറ്റു തരത്തിൽ കിട്ടുമെങ്കിൽ കഷ്ടപ്പെട്ട് അപ്പനും അമ്മയും ഉണ്ടാക്കുന്ന കാശ് ചിലവാക്കാൻ നിനക്കൊരു അർഹതയും യോഗ്യതയില്ല. ഇന്ന് എനിക്ക് പെൻഷനില്ല. എനിക്ക് 2 അക്കൗണ്ടിലും എൻ്റെ മകനും മകളും നോക്കി പൈസ ഇടും. എനിക്കൊരു ക്രെഡിറ്റ് കാർഡുണ്ട് 2,00,000 രൂപയുടെ വരെ. എന്ത് വേണേലും മേടിക്കാം. പക്ഷേ അവർ കഷ്ടപ്പെടുന്ന കാശ് എൻ്റെ ഇഷ്ടം പോലെ ചിലവാക്കുന്നത് ശരിയല്ല എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഈ അടുത്ത കാലത്ത് കിട്ടി ഈ പുസ്തകം വിറ്റവർക്ക് കിട്ടി. അതെനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ. പിതാവിൻ്റെ റോൾ എന്തായിരുന്നു? അപ്പനായിരുന്നു എൻ്റെ. പറയുകയാണെങ്കിൽ അപ്പൻ കാണിച്ചതെന്ന് പറയുന്നത് അപ്പനും പക്ഷേ അപ്പൻ തല്ലുമായിരുന്നു. അന്ന് ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ചെറിയ പുളിവാർ എന്ന് പറയുന്നത്. അപ്പൻ്റെ ശിക്ഷ, അതായത് ആഴ്ചയിൽ ഒന്ന് വരുമ്പോഴത്തേക്ക് ഒരു കുറ്റവിചാരണയുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ആ ശിക്ഷയിൽ വലിയ പേടിയില്ലെങ്കിലും അപ്പൻ വളരെ റോൾ മോഡൽ. ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അപ്പൻ ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് അരുമായി സാറിനോട് ചോദിച്ചേക്കാമെന്ന് പറയും. അപ്പോൾ ഇവർ 2 ആണെങ്കിലും അപ്പോൾ അപ്പൻ്റെ ഒരു മാനേജ്മെൻറ്റ് തത്വമായിരുന്നു എൻ്റെ മനസ്സിൽ. MBA കഴിഞ്ഞ പോലെ അപ്പൻ വന്നു കഴിയുമ്പോൾ പറയും, ഞാൻ വന്നോളൂ, ഞാൻ മുഖമൊക്കെ ഒന്ന് കരിയേച്ച് വരാം, നിങ്ങൾ അപ്പോഴത്തേക്ക് പറയും. അപ്പം അമ്മയോട് പറയും, നീ അന്നത്തെ വലിയ കാര്യമെന്ന് പറയുന്ന അവല് ചക്കര ചീകിയിട്ട് നനപ്പിക്കും, തേങ്ങായും കൂടെ ഇട്ട് ഡിന്നർ പ്ലേറ്റ് വാഴയിലൊക്കെ ഇറ്റ അതും കൊണ്ട് വെക്കും. അപ്പോൾ ഇവർ 2 കൂട്ടരും ഗൗരവത്തിരിക്കും. 2 പേരെയും പഠിപ്പിച്ചു അരുമായി സാറ് വലിയ ബഹുമാനമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പറയും, തോമച്ച നീ ആ കാപ്പി ഇനി എടുത്തേ. അപ്പോൾ അപ്പന് കിട്ടാതെ എടുക്കും, നീ അതങ്ങോട്ട് കൊടുക്കാൻ പറയും. അങ്ങ് കൊടുത്തിട്ട് ഒന്നിച്ചിരുന്ന് ഈ അവലും തിന്ന് കാപ്പിയും കുടിച്ച് മിക്കവാറും ഒരു 50% അവിടെ കൊണ്ട് തീരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുന്ന് വേർക്കുന്ന അപ്പനാണ്. കാരണം 2 കൂട്ടർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കണം ഇത് ചെയ്യുന്നത്. അതായിരുന്നു എൻ്റെ MBA പഠിത്തത്തിൻ്റെ കൂടെ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പനെ. അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ അപ്പൻ ചെയ്യുന്നു പറയുന്നത് അപ്പൻ്റെ പെരുമാറ്റം അവരുടെ ഫീലിങ്ങിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ 2 മണിക്കൂർ ചുറ്റിത്തോർത്തോർത്ത് കിളയ്ക്കുമായിരുന്നു. കഠിനാധ്വാനം ചെയ്യുന്ന വേണ്ടി സ്കൂളിൽ നിന്ന് വന്നാലും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നതാണ്. പിന്നെ കൊടുക്കുന്നതിലെ സന്തോഷമായിരുന്നു കൂടുതൽ, കിട്ടുന്നതിലെ സന്തോഷത്തെ കഴിഞ്ഞു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യമുണ്ട്. പിന്നെ ഞാൻ പഠിച്ചിരുന്ന പള്ളിയിലെ പുരോഹിതരെ, അതൊക്കെയായിരുന്നു ബാല്യത്തിൽ. അന്നൊക്കെ മൂല്യമുള്ളവരായിരുന്നു ട്രെയിൻ ചെയ്തത്. ഇന്ന് നേരെ തിരിച്ചു പോയി. ഇന്നത്തെ പറയുകയാണെങ്കിൽ പല പ്രൊഫസേഴ്സും ജോലി കൂലി അവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. സാറിനെ നന്നായി സ്വാധീനിച്ച ഒരു പുസ്തകം, ഒരാശയം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തി? ഞാൻ വായിച്ചതിൽ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, 80-20 ഒരുപാട് പുസ്തകങ്ങളുണ്ട് അങ്ങനെയുള്ളത്. അതെല്ലാം അത് പലതും ഇൻഫ്ലുവൻസ് ചെയ്യാല്ല. പിന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ 100% പറ്റില്ല. കാരണം ഞാൻ ഈ വായിച്ച പുസ്തകങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിലോ കേരള കണ്ടീഷനിലോ എഴുതിയ പുസ്തകങ്ങളല്ല. വെസ്റ്റേൺ അതിനകത്തെ തത്വം എടുത്തിട്ട് അത് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യമിരിക്കുന്നത്. അല്ലെങ്കിൽ കൊള്ളാം, ആ തത്വങ്ങൾ നല്ല. അപ്പോൾ അതുപോലെ ഐൻസ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ കഥ കേൾക്കാം. പക്ഷേ ആ കാര്യമല്ല. ഇവിടുത്തെ ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെട്ട ബോബി അച്ഛൻ്റെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനകത്ത് ഒരുപാട് മോറൽസ് ഉണ്ട്. ഫാദർ ബോബി ജോസ് കട്ടി. അതെ, കാരണം അതിനകത്ത് കൊച്ചു കൊച്ചു കഥകൾ പോലെ വരുന്ന. അതുപോലെ ഇവിടെ ധാർമ്മിക മൂല്യങ്ങൾ വരുന്ന മലയാളത്തിൽ അത് അധികവും. എങ്കിലും ഞാനത് വായിക്കാറുണ്ട്. പോലെ ചിലർക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തും കിട്ടാറുണ്ട്. ഏതെങ്കിലും റോൾ മോഡൽ അക്കാലത്തെ ഒരു ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വം ഈ കാലത്ത് സാറിൻ്റെ നല്ല കാലത്ത് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഇൻഡിവിജ്വൽ റോൾ മോഡൽ? ഏറ്റവും അധികം എൻ്റെ റോൾ മോഡൽ എൻ്റെ അപ്പൻ തന്നെയായിരുന്നു, ഏറ്റവും അധികം. പിന്നെ ഞാൻ പറഞ്ഞത് ആ കാലത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ വിനോദ് റോയ്, ഇപ്പം പറഞ്ഞ ഡോക്ടർ സർക്കാർ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ ചില വൈദികരുണ്ടായിരുന്നു. പിന്നെ ശ്രീനാരായണ ഗുരു തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത. പക്ഷേ ഗുരുവിൻ്റെ ഉപദേശം ഇന്ന് ഗുരുവിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ ഇന്ന് കാണുന്നില്ല. ഗുരു ഒരു ജാതി ഒരു മതം ആണെന്ന് ആക്കിയ ആ ഗുരുവിൻ്റെ തത്വങ്ങൾ എടുത്തിട്ട് ജാതി ആക്കിയ അത് എനിക്കത് സഹിക്കാൻ വിഷമമാണ്. തീർച്ചയായും അതുപോലെ ഞാൻ പറഞ്ഞത് ഉള്ള മഹർഷിമാരിൽ ശങ്കരാചാര്യയോടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ആകാൻ പറ്റിയില്ല. പിന്നെ എന്നെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വലിയൊരാളാണ് മദർ തെരേസ. ഓഫ് കോഴ്സ് മഹാത്മാഗാന്ധി ഉണ്ട്. മദർ തെരേസയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ വസ്ത്രത്തിന് വേണ്ടിയിട്ടോ പാർപ്പിടത്തിന് വേണ്ടിയിട്ടോ മതം മാറുന്നിടത്തോളം ഹീനമായിട്ടൊന്നും ഇല്ലെന്ന് മദർ തെരേസയുടെ ആത്മകഥ എഴുതിയതൊരു ഹിന്ദുവാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് പറഞ്ഞത്.
മദർ തെരേസ ജീവിച്ച് കാണിച്ചതാണെന്നുള്ളത്. സാറിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഈ നല്ലതിലും ചീത്തയിലും സാറിനോടൊപ്പം ഉണ്ടായിരുന്ന സാറിൻ്റെ പാർട്ട്ണർ, പിന്നെ ഇതിനകത്ത് പറയാനുണ്ട്, ഇതൊക്കെയല്ലേ ഞാൻ സാറിൻ്റെ പറഞ്ഞത്. പങ്കാളി. അതിൽ കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് 2-3 പേരെ പറയാനുണ്ട്. ഒന്ന്, ഭരണങ്ങാനത്തുള്ള ഒരു കൊച്ചു ചായക്കടക്കാരൻ. ഞാൻ അവിടെ ചെന്ന് രാത്രി 2 കൊടുത്തേക്ക് കിടന്ന് രാവിലെ എഴുന്നേറ്റപ്പം അയാളുടെ വീട്ടിൽ ഒരു മുറിയുള്ളൂ. അവിടെ പോയിട്ട് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാനും അത് കഴിഞ്ഞ് ഒരു കാപ്പി നല്ലത് തന്നു. ഞാൻ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഈ കാപ്പിക്ക് ഞാൻ പൈസ മേടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ ഒരാൾ ലൈഫ് സേവ് ചെയ്ത്. അതെ. രണ്ടാമത്, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇരുന്നിട്ട് അന്ന് അല്ല പെരിന്തൽമണ്ണയിൽ ഇറങ്ങി അവിടെ ഇരിക്കുകയാണ്. അത് കാര്യമൊക്കെ ഞാൻ ഇതിനകത്ത് എൻ്റെ പെരിന്തൽമണ്ണയിൽ ഇരുന്ന് അറിയാതെ ക്രൂ ചേഞ്ച് ചെയ്യുക. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഒരിക്കൽ കിടന്ന് ഉറങ്ങേണ്ട മനുഷ്യൻ തിരിച്ചു വന്നിട്ട് എന്നെ തട്ടി ചോദിച്ചു, സാറ് പോയില്ലേ? സാറിനല്ല. അയ്യോ മോൻ പോയില്ലേ എന്ന് മറ്റേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ആ ബസ് പോയെന്ന് പറഞ്ഞു. അന്ന് പെരിന്തൽമണ്ണയുള്ള സൈക്കിൾ റിക്ഷയും ബാക്കിയുള്ളൂ, ഒരു കാറ് പോയില്ല. അയാൾ എന്നെ കൈ പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കാറ് കിടക്കുന്നു. ആ കാറെ കയറ്റി പറഞ്ഞു ആ വണ്ടി പിടിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര സ്പീഡ് വിട്ടു. ഏതാണ്ട് 10-30 കിലോമീറ്റർ ചെന്നപ്പോൾ മുൻപിൽ കയറി. അന്ന് വിസിലാണ്. അയാൾ ആ കാറിന് തലവരെയിട്ട് വിസിലടിച്ചപ്പോൾ ഡ്രൈവർ അതിലെയാണെന്ന് ഓർത്ത് നിർത്തി. എന്നോട് പറഞ്ഞ് കയറിയപ്പോൾ എൻ്റെ ഈ കാശ് കൊടുക്കാമല്ലോ, ഞാൻ കയ്യെ കിടന്ന് മോതിരം ഊരി കൊടുത്തേച്ച് പറഞ്ഞു. അതൊക്കെ അവിടെ വരുമ്പം തന്നാൽ. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് പോയി. ഞാൻ തിരിച്ച് ചെന്നിട്ട് അയാൾക്ക് ആ മോതിരം കൊടുത്തിട്ട് അദ്ദേഹത്തോട് പേരും അഡ്രസ്സും ചോദിച്ചു. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ സാറേ, സാറും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി.